അച്ഛമ്മേ നമ്മക്കും അടുത്ത വളർന്നോട്ടെ ജമന്തി കൃഷി സ്റ്റാർട്ട് ചെയ്യാം. എന്തോ ബിസിനസ് ഇപ്പം. ശരിയാ, നമ്മൾ ഇപ്രാവശ്യം ഒരുപാട് വാങ്ങിച്ചല്ലേ ജമന്തി പൂ. എടാ മണ്ട, അതിനിപ്പൊ റെഡിമെയ്ഡ് പൂക്കളൊക്കെ മേടിക്കാൻ കിട്ടും. അതൊക്കെ വെറുതെ വിരിച്ചിട്ടാ മതി ഇപ്പോ. ആ അത് ശരിയാ, സദ്യ വരെ റെഡിമെയ്ഡ് കിട്ടും. അമ്മേ ശാലിനി വിളിച്ചിട്ടുണ്ടായിരുന്നു. അവളെ തറായിന്ന്. അവക്ക് ഇങ്ങോട്ടുള്ള വഴിയൊക്കെ അറിയോടി? ഞാൻ ലൊക്കേഷൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അച്ഛമ്മ അതെ ഒരു കൂട്ടർ വരുന്നുണ്ടല്ലോ. എടാ നല്ലൊരു ഓണായിട്ടും ഇവനെ കൊണ്ടുവന്ന എന്തിനാടാ? ഇത്തവണ നമ്മുടെ ഇവിടെ ഓണം ആഘോഷിക്കാൻ ഇവനും ചേരുന്നുണ്ട്. അവനവന്റെ വീട്ടിൽ ഓണം കൂടി കൂടെ. അതെന്നാന്നറിയോ, അമ്മ ചേച്ചിയുടെ വീട്ടിൽ ഓണം ആഘോഷിക്കാൻ വേണ്ടി പോയി പോവാ. എന്നാ നിനക്ക് കൂടെ പോകാമല്ലായിരുന്നോ? എന്ത് വർത്തമാനം അമ്മയത്? സരിതയുടെ കൂട്ടുകാർ ഇതുപോലെ ഓണം ആഘോഷിക്കാൻ ഇവിടെ വരുന്നില്ലേ? അതുപോലെ എന്റെ കൂട്ടുകാരുടെ ഇത്തവണ വന്നിട്ടുണ്ട്. നിങ്ങൾ എന്തിനാ വെറുതെ തല്ലുകൂടണേ? ഓണായിട്ട് നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ ഒരുമിച്ച് കൂടൂലേ? കൊച്ച ആ പറഞ്ഞ കറക്റ്റ്. ആദ്യമായിട്ടാ ഈ കൊച്ചനെ സപ്പോർട്ട് ചെയ്ത് പറയണത്. മോളെ ഹാപ്പി ഓണം. ഹാപ്പിയാണ്. ബുദ്ധിമുട്ടില്ല. ഇല്ലടി, ചേട്ടന്റെ പേര് പറഞ്ഞപ്പോ തന്നെ ഓട്ടക്കാരന്റെ വീട് മനസ്സിലായി. ഇത് നമ്മുടെ വേണുക്കുട്ടനല്ലേ? ഇതാണോ നിന്റെ ഏതോ ഒരു കൂട്ടുകാരി വരുമെന്ന് പറഞ്ഞത്? ആ, എന്താ പ്രശ്നം നിനക്ക്? ഒരു പ്രശ്നമില്ലേ. ഞാനും സരിതയും വേണുക്കുട്ടനൊക്കെ ഒരേ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. ഞങ്ങളുടെ ക്ലാസ്സിലെ ഏറ്റവും വലിയ അലമന്ത ഇവനായിരുന്നു. അതെ, നീ വല്ല പഴംപുരാണം പറഞ്ഞോണ്ടിരിക്കാണ്ട് ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാൻ നോക്ക്. നീ എന്താ പറയണേ? എനിക്ക് എല്ലാരും അറിയാം. എന്റെ അമ്മ ഞാൻ ഡെയിലി വിളിക്കാറുണ്ട്. പിന്നെ ചേട്ടൻ ഓളനെ തന്നെയാണല്ലോ. നീ മധു, നിന്റെ യൂട്യൂബ് ചാനലൊക്കെ എങ്ങനെ പോകുന്നു? നന്നായി പോകുന്ന ചേച്ചി. കൃഷ്ണേ, ഇന്ന് ഓണസ്ഥിതി നിന്റെ വകയായിരിക്കുമല്ലോ അല്ലേ? അയ്യോ, ഓണം കൊളാക്കരുത്. സഞ്ജു, നിന്റെ കൃഷിയും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? എല്ലാം അടിപൊളിയായിട്ട് പോകുന്നു. പിന്നെ നമ്മുടെ അപ്പുണ്ണി പോക്കി. ഓണം അടിച്ചു പൊളിക്കണ്ടേ? പിന്നെ അല്ല. അമ്മേ, പുഷ്പേച്ചി എവിടെ? അവളെ അടുക്കളയില. വാ മക്കളെ വാ. ആ, വേണുകുട്ട ഇവിടെ തന്നെ കാണുമല്ലോ അല്ലേ? കാണും. കുട്ടിക്കലാശവും കഴിഞ്ഞിട്ടേ പോവുള്ളൂ. ആ, കാണണം. പ്രകാശി വന്നേന്ന് കാര്യമുണ്ടെന്ന് വാ. വന്ന് നിങ്ങൾ ഇതാണോ നിങ്ങൾ നല്ല ഓണം കൂടിക്കാന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു വരുത്തിയത്? അതിനെന്താ സംശയം? നിനക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അടിപൊളി ഓണമായിരിക്കും. എനിക്ക് മാത്രല്ല, ഈ വീട്ടിലുള്ള ആർക്കും മറക്കാൻ പറ്റാത്ത ഓണമായിരിക്കും ഈ ഓണം. എന്തുപടി നീ ഒരു കുത്തി സംസാരിക്കുന്ന പോലെ? നിങ്ങൾ എന്താണ് ആ ശാലിനി ഓണം കൂടാൻ വിളിച്ചത് എന്നോട് പറയാഞ്ഞത്? എടാ, അതിന് ശാലിനി നിന്റെയും സരിതയുടെ ഒക്കെ ക്ലാസ്മേറ്റും കൂട്ടുകാരിയൊക്കെ അല്ലേ? അവൾ എന്റെ കൂട്ടത്തിൽ പഠിച്ചെന്നുള്ളൂ, എന്റെ കൂട്ടുകാരി ഒന്നുമല്ല. എന്തുവാടെ പ്രശ്നം? നീ അവളുടെ വീട്ടിലെ കലിപ്പല്ലോ ഉണ്ട്. എനിക്ക് അവളോട് കലിപ്പും ദേഷ്യമൊന്നുമില്ല. പിന്നെന്ത് പ്രശ്നമാ? കാര്യം എന്താ വെച്ചാ പറ. എന്റെ പ്രകാശി, നിങ്ങൾക്ക് ഈ ശാലിനിയുടെ ചരിത്രം അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. എന്തോന്ന് ചരിത്രം? ഇവളെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ബോംബെയിൽ ജനിച്ചു വളർന്ന ഒരു പയ്യൻ ഞങ്ങളുടെ കൂട്ടത്തിൽ പഠിക്കണ്ടായിരുന്നു. അവനുമായിട്ട് ഇവള് മുട്ടം പ്രേമായിരുന്നു. ഓ, അത് ശരി. കല്യാണം കഴിഞ്ഞിട്ട് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി അവള് ഹിന്ദി വരെ പഠിച്ചതാണ്. എന്തല്ല പെങ്കൊച്ചല്ലേ? എന്തുമല്ല പെങ്കൊച്ച്. എന്നിട്ട് സംഭവിച്ചാ നിങ്ങൾക്ക് വല്ല അറിയാവോ? ഇല്ല. എന്താ? അവള് ഹിന്ദി പരീക്ഷയ്ക്ക് ജയിച്ചു, അവൻ തേച്ചിട്ട് പോവുകയും ചെയ്തു. അയ്യോടാ പാവം. അല്ലെങ്കിൽ ഈ ഹിന്ദിക്കാരന്മാരൊന്നും വിശ്വസിക്കാൻ കൊള്ളത്തില്ല. ഇവരൊക്കെ തേപ്പ്. ഇവള് അതിനുശേഷം ഇവള് കല്യാണമേ കഴിച്ചിട്ടില്ല, പുരുഷ വിദ്വേഷമായിട്ട് നടക്കുകയാണ്. കഷ്ടമുണ്ടാ. ഇന്നത്തെ അവളുടെ ഇര നിങ്ങളായിരിക്കും. എന്തോന്നല്ലേ ഈ പറയുന്നത്? ഞാൻ അവളുമായിട്ട് എന്നെ അവളെ ഉപദ്രവിക്കാനോ വിഷമിപ്പിക്കാനോ ഒന്നും പോകുന്നില്ല. പിന്നെ ഞാൻ അങ്ങനെ ഇരയാവും? നിങ്ങൾ അവളെ ഉപദ്രവിക്കാൻ പോകുന്നും വേണ്ട, അവള് വാക്കുകൾ കൊണ്ട് നിങ്ങളെ ഉപദ്രവിക്കും. അയ്യടാ, എന്റെ വീട്ടിൽ കയറുമെന്ന് എന്നെ ഉപദ്രവിച്ചല്ലേ അവളെ കാണിച്ചു കൊടുക്കും ഞാൻ. അതിൽ 2 ജന്മം ജനിക്കണം അവള്. എന്നാ അവള് 2 ജന്മം ജനിച്ചു കഴിഞ്ഞു പ്രകാശി. ഇന്ന് ഈ വീട്ടിലെ പെണ്ണുങ്ങൾ പറയണ കേട്ട് നിങ്ങൾ സാധുവിനെ പോലെ നിന്നില്ല എന്നുണ്ടെങ്കിൽ അവൾ ഇങ്ങോട്ട് കയറി നിങ്ങളെ അറ്റാക്ക് ചെയ്യും. പെണ്ണുങ്ങൾ പറയുന്ന കേട്ട് സാധുവിനെ പോലെ നിൽക്കാൻ വേറെ വല്ലതും നോക്കണം. എന്നാ അതും പറഞ്ഞോണ്ട് ഇവിടെ നിന്നു. എന്നാ നീ നിന്റെ തിരുബുദ്ധിയിലൊന്ന് ഉണ്ടാക്കിയെടുക്കും. ബുദ്ധി വരും, അത് നമുക്ക് ഉണ്ടാക്കാം. വാ, എന്ത് ഞാൻ പറഞ്ഞ നമുക്ക് ആലോചിച്ച് എന്താ ഒരിടത്ത് പിടിച്ച് വേറൊരിടത്തോട്ട് കൊണ്ടു. ഇല്ല.